സമാനമായ ഒരു ധർണാപ്പുറം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടകനായിട്ടാണ് ഞാൻ. ബാക്കിലോട്ട് ഈ കാര്യം വളരെ വ്യക്തമാണ്. കുറേ ദിവസങ്ങളായി കേരളക്കരെ ആകെ ഒരു ദിവസത്തെ പ്രബന്ധനം കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സിനിമാലോകത്തെ സിനിമാരംഗത്തെ അതിക്രമമാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും നടക്കുന്ന ഒരു സംഭവത്തെ ഇത്ര പർവ്വതീകരിച്ച് സിനിമാരംഗത്തെ തകർക്കാൻ വേണ്ടി മാത്രം ആരോഗ്യവും കരുതിക്കുട്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ ചെയ്തുവെന്ന് പറയപ്പെടുന്ന അല്ലെ അവരെ ചെയ്തുവെന്ന് ആരോപിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സമരം ചെയ്തിരിക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അവർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് അവർക്ക് പറഞ്ഞ് തെറ്റിപ്പോകാമായിരുന്നു. അത് ചെയ്യാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ നടൻ സൂപ്പർ സ്റ്റാർ കുറേ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ള ഒരു കെട്ടിപ്പിടിച്ച് മാത്രമേ ഉള്ളൂ. കെട്ടിപ്പിടിച്ച് വലിയ അപരാധമൊന്നും മതി ഈ രാജ്യത്ത്. നമ്മളെല്ലാം ആദ്യമായിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ട്. കാണുമ്പോൾ നമ്മുടെ സംസ്കാരം അതാണ്. കൈ കൊടുക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, ചുപ്പത് ചെയ്യാറുണ്ട്. അത് തെറ്റായ രീതിയിലാകുമ്പോഴാണ് തെറ്റാകും. അതും അവിടെ വെച്ച് മാപ്പും പറഞ്ഞതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം പണം കൊയ്യുന്നതിന് വേണ്ടി മാത്രം വിലപേശം നടത്തി ഇപ്പോൾ വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇനി ഒരു സംഭവത്തെ വന്നിരിക്കുന്നത്. വളരെ കഷ്ടമായി. മാധ്യമക്കാർ നല്ല ഭാഗം ഇതിനു വേണ്ടി കളിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കുന്നു. അതിനേക്കാൾ വലിയ അരോചകമായ സംഭവങ്ങൾ, അതിക്രമങ്ങൾ, പീഡനങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. അത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും സ്ത്രീ പുരുഷ ബന്ധത്തെ അനുകൂലിച്ചിരിക്കുക. ഈ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ലോഡ്ജിൽ നമുക്ക് മുറിയെടുക്കാം, അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ആ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. സിനിമാക്കാർക്ക് ഒന്ന് തൊട്ടുപോയാൽ, ഒന്ന് ചുംബിച്ചു പോയാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചു പോലെ രണ്ടുപേരും മഹാപരാധം, ലോകത്തെങ്ങും ഇല്ലാത്തൊരു അപരാധമെന്ന് പറയുകയും അതിനെ പർവ്വതീകരിക്കുക, അത് വലിയൊരു അപരാധമായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഈ ദുഷിച്ച് നാറിയ പ്രവണത അവസാനിച്ചേ മതി. ദയവായി ഒന്നേ പറയാനുള്ളൂ, ഒരു വലിയ വ്യവസായത്തെ തകർക്കരുത്. 10,000 പങ്കെടുക്കുന്ന ജീവിത സാധാരണമായി കാണുന്ന ഒരു ഇൻഡസ്ട്രിയെ തകർക്കരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. എനിക്ക് വനിതകളായ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ശരിയാണ് ഇത്തരം ചെറിയ കൊച്ചു കൊച്ചു പീഡനങ്ങളോ അല്ലെങ്കിൽ പീഡനങ്ങളല്ല അനാശാസ്യ പ്രവർത്തനങ്ങൾ സിനിമാരംഗത്ത് നടക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അത് ശരിക്കാൻ പറ്റില്ല. അത് ഇവിടല്ല, ഇതിനേക്കാൾ ശ്രീകുമാരൻ തമ്പിസാറിന് തന്നെ പറഞ്ഞു കേട്ടു. മലയാളത്തിന്റെ ഇരട്ടിയാണ് മറ്റു ഭാഷകൾ നടക്കുന്നത്. പക്ഷെ അതാരും അറിയുന്നത് എപ്പോഴേക്ക് കൊടുക്കുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചെറിയ സംഭവം നടക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോവുക. നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അവരുടെ ചെറുപ്പൂറ്റിക്ക് അടിയും കൊടുത്തിട്ട് പോവുക. അത് ചെയ്യാൻ കഴിയാത്ത എന്താ? അതിനൊരു ചങ്കൂറ്റമുള്ളതാണ്, ആർജവശക്തി ഉണ്ടാകണം, ഇച്ഛാശക്തി ഉണ്ടാകണം. അവിടെയാണ് പെണ്ണാകുന്നത്. പെണ്ണെന്നുള്ള ശക്തിയാണ്. സ്ത്രീ കഴിഞ്ഞുകൊണ്ട് പുരുഷൻ. മാതാപിതാ ഗുരു ദൈവം എന്ന മാതാവ് കഴിഞ്ഞുകൊണ്ട് സ്ത്രീ കഴിഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ. ആ രാജ്യത്ത് നിങ്ങളെ കയറി പിടിക്കുന്നത് നിങ്ങളുടെ കഴിവുകളാണെന്ന് ഞാൻ പറയും. ഇനിയെങ്കിലും പ്രതികരിക്കുക. ചെറുപ്പൂറ്റി അടിച്ചിട്ട് അവരുടെ മുണ്ടും ഷർട്ടും എല്ലാം വലിച്ചു കയറി ഒരു ചവിട്ടൂടെ കൊണ്ടിട്ട് പോവുക. എനിക്കിതിനോട് പറയാറുണ്ട്. ഇനി ആവർത്തിക്കാൻ പാടില്ല. സിനിമാരംഗത്തില്ല, ഒരു രംഗത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്ന എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ക്ഷേമ കമ്മിറ്റി വരട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു പുതിയ ശുദ്ധീകരണം നമുക്കിവിടെ തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുകയാണ്. നമസ്കാരം.